നമ്മൾ ട്രെയിലർ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്താണ്, ലാസ്റ്റ് വിൻസി ചോദിക്കുന്നുണ്ട് ലേബർ പെയിൻഫുൾ ആണ്. അപ്പോൾ ബിന്ദു ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഇങ്ങനൊരു സാധനം. അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി അത് എല്ലാ ഗേൾസിനും മിക്കപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ എന്താണ് ഈ മൂവിയുടെ ഒരു ടോട്ടൽ ഒരു തീം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇതുപോലുള്ള കുറേ ചിന്തകളെ മാറ്റിയെടുക്കാനാണോ, അതോ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണോ? എന്താണ് ശരിക്കും ഈ മൂവി കൊണ്ട്? മാരിവില്യൻ ഗോപുരങ്ങൾ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു സെലിബ്രേഷൻ സ്വഭാവമുള്ള സിനിമയാണ്. യെസ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര കളർഫുൾ, എല്ലാ പാട്ടുകളിലാണെങ്കിലും ഇപ്പോൾ ഒരു മ്യൂസിക് ട്രെയിലർ ഇറങ്ങി എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഭയങ്കര കളർഫുൾ, ലൗഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വൈബായിട്ട് ഫീൽ. പിന്നെ ഇത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കപ്പിൾസിൻ്റെ ഇടയ്ക്ക് വളരെ കോമൺ ആയിട്ട് അവർ ചിന്തിക്കുന്ന, ഇപ്പം ഇത് രണ്ട് കപ്പിൾസിൻ്റെ സ്റ്റോറിയാണ്. ഈ രണ്ട് കപ്പിൾസിൻ്റെ കോൺട്രാസ്റ്റ്, ഈ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ആർക്കും വ്യത്യസ്തരാണ്. ഫാമിലി എൻ്റർടൈനർ ആണെന്നുള്ളൊരു സാധനം നമുക്ക് പെട്ടെന്ന് കൺവേ ആവുന്നുണ്ട് ട്രെയിലറിലാണെങ്കിലും സോങ്സിലാണെങ്കിലും. അതുപോലെ തന്നെ പോകാതെ സോങ്ങിൻ്റെ തുടക്കത്തിലാണെന്ന് പറയുന്നുണ്ട്, മോനെ അതൊരു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും, അതുപോലെ കല്യാണം കഴിച്ചാൽ ഇതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഡയലോഗ്സാണ്. ഇപ്പോൾ സാറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു എൻറ്റയർ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ എന്തൊക്കെ തോട്ട് പ്രോസസ്സിലൂടെയാണ് കടന്നുപോയത്? എന്തെങ്കിലും ഓൺ എക്സ്പീരിയൻസസ് എന്തെങ്കിലും? ഈ കോൺസെപ്റ്റ് അരുൺ പറയുമ്പോൾ തന്നെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറേ കണ്ടന്റ് കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത്? കാരണം അരുൺ കഥ പറയുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ഓൾമോസ്റ്റ് 7-8 years ആയി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടില്ല, ആവട്ടെ നിൽക്കട്ടെ എന്നുള്ള ഡിസിഷനിൽ നിൽക്കുന്ന ഒരാളോടാണ് വന്നിട്ട് ഈ കോൺസെപ്റ്റ് പറയുന്നത്. എല്ലാ ഡയലോഗും, മിക്കവാറും ഡയലോഗുകളും നമ്മൾ ലൈഫിൽ കേട്ടതോ അല്ലെങ്കിൽ പറഞ്ഞ തർക്കുത്തരങ്ങളോ ഒക്കെയാണ്. ഇപ്പോൾ ഇതിൽ ശ്രുതിയുടെ ഒക്കെ മിക്കവാറും ഞാൻ പറഞ്ഞ ഡയലോഗ്സ് ആണ് പലതും. കാരണം നമ്മളോട് അമ്മയൊക്കെ ചില സമയത്ത് അമ്മമാരോടല്ല നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന അമ്മമാരോടായിരിക്കും. അപ്പോൾ പറയുന്ന തർക്കുത്തരങ്ങളും ഇതൊക്കെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അഗെയിൻ ആ മെൻഷൻ ചെയ്ത ഡയലോഗ് എൻ്റെ വൈഫിൻ്റെ മെയിൻ ഫിയർ ആയിരുന്നു, ലേബർ എന്നുള്ള പെയിൻ. ആദ്യമേ പറയും എനിക്ക് നാച്ചുറൽ ബർത്ത് വേണ്ട, നേരെ അനസ്തേഷ്യ മതി, എനിക്ക് അറിയണ്ട എന്നുള്ള. അതിന് ശേഷമുള്ള ബാക്കിയുള്ള പെയിൻ വേറെ. പക്ഷേ മിക്കവാറും എല്ലാം ലൈഫിൽ നിന്ന് നമ്മൾ കേട്ട് എക്സ്പീരിയൻസ് എന്നുള്ള ഡയലോഗ്സ് കുറേ അധികം ഉണ്ട്. പിന്നെ അതിനൊക്കെ ഒരു സിനിമാറ്റിക് ഒരു ഇത് കൊടുത്തു എന്ന് മാത്രം. കാരണം അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കില്ല. സീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ക്രിസ്പ് ആക്കണം, ഗിവ് ആൻഡ് ടേക്സ് വരണം, അങ്ങനെ വർക്ക് ചെയ്തത്. പക്ഷെ അതിൽ ബിന്ദു ചേച്ചിട്ടോ എഴുതാൻ പറ്റില്ല, അത് പുള്ളിക്കാരത്തി എഴുതുന്നതാണ്. അത് എഴുതി വെക്കാൻ ചിലപ്പോൾ നമ്മളുടെ അമ്മമാരാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വകയിലുള്ള ഏതെങ്കിലും ആന്റിമാരാവാം.